ഹായ്, എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തോപ്പിൽ ഭാസിയുടെ കഥയിൽ എം കുഞ്ചാക്കോ നിർമ്മിച്ച് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത് 1969 നവംബർ മാസം 28 പുറത്തിറങ്ങിയ കൂട്ടുകുടുംബം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. KPSC ലളിതയുടെ ആദ്യത്തെ സിനിമയാണ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ ഈ സിനിമ. ഒരു നാടകത്തിന്റെ ശക്തമായ അവതരണത്തിൽ ആകൃഷ്ടനായ സിനിമയുടെ നിർമ്മാതാവ് എം കുഞ്ചാക്കോ ആ നാടകത്തിൽ നിന്ന് തന്നെ 4 കലാകാരന്മാരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ആ 4 പേരിൽ ഒരാളായിരുന്നു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ KPSC ലളിത. ഈ സിനിമയിലൂടെ ആരംഭിച്ച അവരുടെ അഭിനയ യാത്ര 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്നു. സിനിമയില് പ്രധാനമായും അഭിനയിച്ചിട്ടുള്ളവര് കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതേപോലെ എൻ ഗോവിന്ദൻകുട്ടി, പ്രേം നസീർ, സത്യൻ, ഷീല, ശാരദ, KPSC ലളിത, ആലുംമൂടൻ, അടൂർ ബാസി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ഇതിൽ ഏറ്റവും കൂടുതൽ എല്ലാ സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ക്യാരക്ടർ കൊട്ടാരക്കര ശ്രീധരൻ നായരുടേതാണ്. ഈ സിനിമയിൽ 3 പേരാണ് പ്രധാനമായിട്ടും ഉള്ളത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, പ്രേം നസീറിന്റെ കഥാപാത്രം, സത്യൻ സാറിന്റെ കഥാപാത്രം. പക്ഷെ ഇതിലെ എനിക്ക് നേരത്തെ മുൻ സിനിമകളിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കഥാപാത്രം എന്നുള്ളത്, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ല, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ എല്ലാ സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടേതാണ്. അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്. പിന്നെ നമ്മുടെ അടൂർ ഭവാനി, ഇവര് രണ്ടുപേരിലെ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. പിന്നെ ശാരദ, എന്ത് രസമായിരുന്നു, എന്ത് രസമുള്ള അഭിനയമാണ് അവരുടെ ഇതിൽ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ നല്ല അതിഗംഭീരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്ന് പറയുന്നത്, സത്യനും ഷീലയും കൂടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. മേലെ മാനത്തെ നീലപ്പുലയിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എനിക്കത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതാണ്. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി കുറെ ഫേമസ് ആണ്, പണ്ടത്തെ കാലത്ത് ഇതും ഹിറ്റ് പാട്ടുകളാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുക തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി എന്നുള്ള ഒരു പാട്ടായിരിക്കും. പ്രേം നസീറും ശാരദയും കൂടിയിട്ട് വരുന്ന ഒരു സോങ് ആണ്. പക്ഷെ അതിനേക്കാളേറെ ഇമ്പമുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഒരു ഫീല് തരുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ പാട്ടാണ്. ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് മേലെ മാനത്തെ നീലപ്പൊയിലിക്ക് എന്നുള്ളത് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പിന്നെയുണ്ട് പരശുരാമൻ മഴുവറിഞ്ഞു എന്ന് പറയുന്ന ഗാനമുണ്ട്, സ്വപ്ന സഞ്ചാരിണി എന്ന് പറഞ്ഞ ഗാനമുണ്ട്. ഈ ഗാനങ്ങളെല്ലാം വളരെ നല്ല നല്ല രസമുള്ള, ഓരോ വരിക്കും അർത്ഥങ്ങളുള്ള പാട്ടുകളാണ്. അത് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നത്, പടത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നമുക്ക് വരാം. പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കൊക്കൽ രാമകൃഷ്ണപിള്ളയും ശ്യാമളയും കൂടിയിട്ട് അവരുടെ ഇലഞ്ഞിങ്കൽ തറവാടിന് ഒരു കളരിയുണ്ട്. ആ കളരിയിൽ വിളക്ക് വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ആ കളരിയിലുള്ളത് അവരുടെ കാരണവന്മാരെയൊക്കെ കുടിവെച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവര് ഏറ്റവും കൂടുതൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രൗഢിയുള്ള ഒരു തറവാടാണ്. ആരുടെ മറ്റും ഒരു താഴ്ന്നു നിൽക്കുക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തൊരു തറവാടും അതേപോലത്തെ ഒരു ക്യാരക്ടറുമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടേത്. പെട്ടെന്ന് ഒരു വാർത്ത വരികയാണ്. നമ്മുടെ രാധാകൃഷ്ണക്കുറുപ്പ്, പ്രേം നസീറിന്റെ കഥാപാത്രം, എഞ്ചിനീയറിംഗിന് പഠിക്കാൻ മദ്രാസി പട്ടണത്തിലാണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹം ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പോകണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ശാരദ പെട്ടെന്ന് വളരെ സന്തോഷത്തില് അടൂർ ഭവാനിയുടെ അടുത്ത് പോയിട്ട്, അമ്മ ഏട്ടൻ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ശാരദ പറയുന്നുണ്ട്, അതായത് അപ്പച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ അടൂർ ഭവാനി പറയുന്നുണ്ട്, ഇപ്പൊ നീ പോണ്ട, അവിടെ നിൽക്കുക എന്ന് പറയുന്നത്. ഈ അടൂർ ഭവാനിയുടെ മകനാണ് ഈ പ്രേം നസീറിന്റെ കഥാപാത്രം. അതേപോലെ തന്നെ ശാരദ എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളാണ് ഈ സിനിമയിൽ. അതേപോലെ തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഒരു മകനാണ് സത്യന്റെ കഥാപാത്രം വരുന്നത്. അപ്പൊ ഈ പ്രേം നസീറിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ അപ്പൊ അപ്പച്ചിന്ന് വിളിക്കുമ്പോ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ പറയണു, ഇപ്പൊ വേണ്ട, ഇപ്പൊ എന്തായാലും നീ പോണ്ടെന്ന് പറയണു. അപ്പോഴത്തേക്കും കൊട്ടാരക്കര ശ്രീധരൻ നായർ വളരെ സന്തോഷത്തോടുകൂടി വന്ന് പറയാണ്, കാർത്തിയായനി പിള്ളേ, നമ്മുടെ കൊച്ചുകുറുപ്പ് വരുന്നുണ്ട്, അപ്പോ വിളിക്കാൻ പോകണം, തീവണ്ടി ആഫീസിലേക്ക് വിളിക്കാൻ പോകണം എന്ന് പറയണ്ട. അപ്പോ ശാരദയോട് നീയും കൂടി വേണമെങ്കിൽ വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷമായിട്ട് ഞാൻ പോട്ടെ അമ്മ എന്ന് ചോദിക്കും. അപ്പൊ വലിയ ആങ്ങളെ വിളിച്ചല്ലേ അപ്പൊ കോളൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവര് പോവാണ്. അപ്പൊ അവിടെ അടുത്തൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് അവിടെ നമ്മുടെ ആലുംമൂടന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്.
ആലുമൂടൻ ആ തറവാട്ടിലെ മരുമക്കളൊക്കെ തന്നെയാണ്. അപ്പൊ ആലുമൂടന്റെ വൈഫ് ഇപ്പൊ 5ാമത്തെ 6ാമത്തെ പ്രസവം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഈ ശ്രീധരൻ നായരോട് പറയാണ്, എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തോളൂ, കൊച്ചുറുപ്പിന് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തോളൂ, ഞങ്ങൾക്ക് ഒന്നും തരണ്ട എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഭയങ്കര ദാരിദ്ര്യമൊക്കെ തന്നെയാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൂട്ടി വരുമ്പോ ആലോചിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സംഭാഷണം പോലെയൊക്കെ നടന്നിട്ട് പോണു. അങ്ങനെ പ്രേം നസീറിനെ കാണുന്നു, അദ്ദേഹത്തിനെ കൊണ്ടുവരികയാണ്. പിന്നെ അതിനിടയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു അവാർഡൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഈ ഇതിനൊക്കെ ശേഷം. അപ്പൊ ആ അവാർഡൊക്കെ കിട്ടിയതിനു ശേഷം വേലായുധൻ പിള്ള എന്നാണ് എൻ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഈ വേലായുധൻ പിള്ളയും ഈ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കഥാപാത്രവും പിന്നെ നമ്മുടെ ഒരു ബാങ്ക് മാനേജർ ഉണ്ട്. അപ്പൊ ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹകരണ ബാങ്കിൽ ഇദ്ദേഹം സ്ഥലമൊക്കെ പണയം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് പറയുന്നൊക്കെ ഉണ്ട്, അതായത് നിങ്ങൾ ഗഡു അടയ്ക്കാറായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവര് എല്ലാരും കൂടി വരുമ്പോ തൊട്ടു പുറകില് KPSC ലളിതയുടെ ഭർത്താവിന്റെ ക്യാരക്ടർ പിന്നാലെ നടക്കുന്നുണ്ട്. എന്ത് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീധരൻ നായർ. അപ്പൊ അങ്ങനെ വീണ്ടും എല്ലാവരും പോകുമ്പോഴും ഇയാള് പിന്നാലെ വരുന്നു. അപ്പൊ ഇയാള് പുറകെ വന്നിട്ട് പറയുന്നു, എനിക്ക് കുറച്ച് കാശ് വേണം, എല്ലാം രാധാകൃഷ്ണക്കുറുപ്പിന് മാത്രം കൊടുത്താൽ പോരാ, അതായത് പ്രേം നസീറിന് മാത്രം കൊടുക്കുക. കാരണം അയാൾക്കാണ് എഞ്ചിനീയറിംഗിന് പഠിക്കാനായിട്ട് അദ്ദേഹം കുറെ പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ എൻ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടറിന്റെ കയ്യിൽ നിന്നൊക്കെയാണ് പൈസ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കാശ് കുറച്ച് വേണം, അപ്പൊ എന്റെ ഒന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടപാതി കേൾക്കുമ്പോൾ അയാൾ പോകുന്നു. അയാൾ പോയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവര് അവിടെ നിൽക്കുന്നത് ഇയാളുടെ പെങ്ങളുടെ വീട്ടിലാണ്. KPSC ലളിതയും അവരുടെ ഭർത്താവും കൂടി നിൽക്കണം. അപ്പൊ KPSC ലളിതയ്ക്ക് എപ്പോഴും അവിടെ ദുരിതം എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന്റെ പെങ്ങൾ എപ്പോഴും ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ അഭിനയം, ലളിതയുടെ അഭിനയമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിന് ആ സംഭവങ്ങൾക്ക് ഇയാൾ ഇവിടെ ചെന്നിട്ട് നിന്റെ അച്ഛനോട് കുറെ കാശ് തരാൻ പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് 4 വീക്കൊക്കെ കൊടുത്ത് തറവാട്ടിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ തറവാട്ടിലേക്ക് വന്ന് പറയുമ്പോ അച്ഛൻ്റെ അടുത്ത് പറയണത്, ഞങ്ങൾക്ക് ആരുമില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ആരുമില്ല, അവിടെയും ഇങ്ങനെ പീഡനം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കണം. അപ്പൊ എനിക്കൊരു 100 രൂപ വേണം, എന്തോ കാളേനെയോ പശുവിനെ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരി. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കാർത്തിയാനി പിള്ളേ ഒരു 100 രൂപ ഇവർക്ക് കൊടുത്തേക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൈസ കുറച്ച് മേടിച്ചിട്ട് പോകുന്നു. പിന്നെ അതേപോലെ തന്നെ ബോബൻ ആലുമൂടന്റെ ക്യാരക്ടർ വന്നിട്ട് എനിക്ക് കാശ് വേണമെന്ന് പറയുമ്പോഴും ഇതേപോലെ കൊടുക്കുന്നു. പശുവൊക്കെ വേണം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് മേടിച്ചിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ അതായത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും കൊടുക്കുന്നത്, എല്ലാവരും വന്നിട്ട് കാശ് ചോദിക്കുക, എത്ര വേണം അത്ര വേണം എന്നൊക്കെ പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളിൽ കൂടെ തന്നെയാണ് കഥ നീണ്ടുപോകുന്നത്. അപ്പൊ അതിനിടയിൽ ശാരദയും പ്രേം നസീറും നല്ല പ്രണയത്തിലാണ്. അപ്പൊ ഇവരുടെ സംഭാഷണങ്ങൾക്കിടയിലൊക്കെ കയറിയിട്ട് നമ്മുടെ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ, അതായത് അധികം അബദ്ധം പറ്റാതിരിക്കാനായിട്ട് ഇടയിൽ കയറി നിൽക്കുക, ഒരു പിടുത്തം പിടിക്കുക, അതായത് അധികം തെറ്റിപ്പോവാതിരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അടൂർ ഭവാനി അവിടെ ചെയ്യുന്നത്. അത് വളരെ നല്ല രസമുണ്ട്, നല്ല രസമുള്ള തന്നെയാണ്. ഇവരുടെ പ്രേം നസീറിന്റെ ശാരദയുടെ ഒക്കെ ശൃംഗാരവും വർത്തമാനമൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു നാള് പ്രേം നസീർ തിരിച്ചു പോവാണ്. അപ്പൊ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എൻ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ പോയിട്ട് പൈസ 500 രൂപ മേടിക്കുന്നുണ്ട്. ആ 500 രൂപ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ പ്രേം നസീറിന്റെ കഥാപാത്രം അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിനിടയിൽ സത്യന്റെ ക്യാരക്ടറിന്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ സത്യനെ കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അടുത്ത് ഉടക്കി നിൽക്കണം. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഈ ജാതി ഭയങ്കരമാണ്, ഈ സിനിമ ഇറങ്ങുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിനു മുമ്പ്. അപ്പോൾ അന്യജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് ഷീലേനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഷീലയുടെ ഈ പടത്തിലെ ക്യാരക്ടർ തങ്കമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഷീലേനെ വിവാഹം കഴിച്ചിട്ട് സത്യൻ അവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടേക്ക് കയറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ അപ്പൊ അവിടെയുള്ള ആ എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങളൊരു സഹകരണ സംഘത്തിൽ കൂടെ വേണം കൃഷി ഇറക്കാനായിട്ട്, സഹകരണ സംഘം രൂപീകരിച്ചിട്ട് നിങ്ങൾ അതിന്റെ കൃഷി ഇറക്കാനൊക്കെ പറഞ്ഞു. കാരണം എങ്കിലേ നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ 35 പറയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളുണ്ട്. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് സത്യന് സാധിക്കുന്നില്ല. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, ശരി നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമുക്കും പെരയൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്തായാലും മോളെയും കൊണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സത്യൻ പോകുന്നുണ്ട്. അപ്പൊ സത്യൻ അവിടെ ചെല്ലണ സമയത്ത് കൊട്ടാരക്കര ശ്രീധരൻ നായർ പറയാണ്,
ഇപ്പൊ അവിടെ സത്യൻ അവിടെ പോകുമ്പോൾ ശാരദയും പ്രേംനസറും എല്ലാവരും ആ കുട്ടിയെ എടുക്കുകയും അല്ലെങ്കിൽ ചേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അടൂർ ഭവാനിക്കൊക്കെ എന്തോ ഒരു അറപ്പ് പോലെയുള്ള ഒരു ഫീലാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ കൊട്ടാരക്കര ശ്രീധരനാർക്ക് ദേഷ്യം വരിക. അപ്പൊ അച്ഛ എനിക്ക് കുറച്ച് പൈസ തരുമോ, എനിക്ക് കുറച്ച് പെര എന്തെങ്കിലും വെക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരിക്കലുമില്ല, നിനക്ക് തരില്ല, കടക്ക് പുറത്ത് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ മോളുടെ കാര്യം ഈ കുട്ടിയുടെയെങ്കിലും നോക്കൂന്ന് പറയുമ്പോൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്ന് പറയണ്ട. പിന്നെ അവിടെ പറയുന്ന ഒരു വേർഡ് നമുക്ക് വീഡിയോ കൂടെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ ആ സിനിമയിൽ അത് അത്യന്താപേക്ഷിതമായിട്ട് പറയേണ്ട ഒരു വേർഡാണ് ആ സിനിമയുടെ. അതായത് ഷീലയുടെയും സത്യന്റെയും ഒക്കെ ആ ക്യാരക്ടറുകൾ എന്താണ്, അവരെന്താണ് ഈ കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഡെപ്ത് അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു മറുത്തരം ക്ലൈമാക്സിലും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സത്യം എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ഇറങ്ങി പോകുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രേംനസീറിന്റെ കത്ത് വരുന്നുണ്ട്. അപ്പൊ ആ കത്ത് വരുമ്പോ എന്താണെന്നുള്ളത് നോക്കണം. അപ്പൊ 2 കത്തുകളുണ്ട്. ഒന്ന് അച്ഛനുള്ള കത്തും ഒന്ന് ശാരദയ്ക്കുള്ള കത്തും. അപ്പൊ ശാരദയ്ക്കുള്ള കത്ത് എടുത്ത് പൊട്ടിക്കുമ്പോൾ അടൂർ ഭവാനി പിടിക്കും. പക്ഷെ നോക്കുമ്പോൾ അടൂർ ഭവാനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആ കത്തിലുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ശാരദ അതിൽ കൂടെ വിളിച്ചു പറയും. ആ സീനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി സീനാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ശാരദ പിന്നെ അച്ഛനക്ക് ലെറ്റർ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ആലുമൂടന്റെ ക്യാരക്ടർ വരും. ആ ആലുമൂടന്റെ ക്യാരക്ടർ വരുമ്പോ ഈ ലെറ്റർ വായിക്കാനായിട്ട് അടൂർ ഭവാനി കൊടുക്കും. ഇതൊന്ന് വായിക്കടാ നീ എന്ന് പറയും. അപ്പൊ അത് വായിക്കുമ്പോൾ നല്ല രസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരെ എഴുതുന്ന ലവ് ലെറ്ററിന്റെ കുറച്ച് കാവ്യാത്മക ഭാവമാണ് ആ കാര്യങ്ങളൊക്കെ. അത് നല്ല വേർഡ്സുകളും നല്ല രസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇനി പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട് ആലുമൂടൻ അടൂർ ഭവാനിയുടെ അടുത്ത്. അയ്യോ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി, എനിക്കൊന്നും പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കുന്നത് ശാരദ കേൾക്കും. ശാരദ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചമ്മലോടെ അവിടെ രീതിയിൽ നിന്ന് ഒന്ന് മാറിക്കും. എന്നിട്ട് കൃഷ്ണന്റെ അടുത്ത് പറയും, എന്റെ കൃഷ്ണ നീ തന്നെ കാക്കണം കേട്ടോ എന്ന് പറയും. അത് ആ ഒരു സീൻ കണ്ടപ്പോ നമ്മുടെ ബാലാമണിയുടെ ക്യാരക്ടറിന് എനിക്ക് ഓർമ്മ വന്നു. നമ്മുടെ നന്ദനത്തിലെ സെയിം രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ടോൺ എല്ലാം എനിക്ക് ആ ഒരു രീതി നല്ല ആ ഒരു സീനായിട്ട് നന്നായിട്ട് എനിക്കൊരു ഫീൽ വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ലെറ്റർ പ്രേംനസറിന്റെ വരികയാണ്. പ്രേംനസറിന്റെ വേറൊരു ലെറ്റർ വരുന്ന സമയത്ത് ചോദിക്കും, എന്താ അച്ഛനായാലും മറുപടി ഒന്നും എഴുതാനെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട് ശാരദയ്ക്ക്. ശാരദയാണ് ആ ലെറ്റർ വായിക്കുന്നത്. അപ്പോ എനിക്ക് പൈസ ഒന്നും അയച്ചു തന്നിട്ടില്ലല്ലോ, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, നമുക്ക് ഇവിടെ പഠിത്തം നിർത്തിയിട്ട് ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു വകുപ്പില്ലാണ്ടിരിക്കുന്നു, കള്ളവണ്ടി കയറി വരാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറയണം. അപ്പോ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ട്, ഈശ്വര എന്തിനാണ് കഴിഞ്ഞ ലെറ്ററിൽ തന്നെ എന്ത് പറയാനാണെന്ന് വെച്ചിട്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക, കൂടെ പിറന്നവൻ എന്താ പറയാന്നൊക്കെ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ പെട്ടെന്ന് വന്നിട്ട് എന്നാൽ ഊണ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കണം. അപ്പൊ അന്നത്തെ കാലത്ത് താഴത്താണല്ലോ ഇരിക്കുക, താഴത്ത് മറ്റേ മുട്ടിപ്പലകയൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇലയൊക്കെ വിരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇരിക്കുമ്പോ പറയുന്നുണ്ട്, രാധാകൃഷ്ണക്കുറുപ്പിന്റെ ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ അത് വായിക്കൂ എന്ന് പറയണ്ട കൊട്ടാരക്കര ശ്രീധരൻ നായർ. അപ്പൊ വായിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ഊണ് വേണ്ട, അതായത് ഊണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എണീക്കണം. വളരെ വിഷമത്തോടു കൂടിയാണ് കേട്ടോ എണീക്കുന്നത്. ഞാൻ വളരെ വിഷമത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ തന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന തന്റെ മകൻ അവിടെ ഭക്ഷണം പോലും കഴിക്കാൻ കാശില്ലാണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ അങ്ങനെ വരാം. വളരെ വിഷണ്ണനായി, അല്ലെങ്കിൽ അതിനു മുമ്പേ കാണിക്കുന്നുണ്ട് പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല, അതായത് എന്നിട്ട് ഉമ്മറപ്പടിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ അടൂർ ബാസിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു നാടക നൃത്തന്റെ ക്യാരക്ടർ ഉണ്ട്, ആ സമയത്ത് ഒരു പാട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത് ഈ പറയുന്ന സീനിലേക്കാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ രാത്രി അദ്ദേഹം ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ വീടിന്റെ പൂമുഖത്ത് മറ്റേ ചാരുകസേര ഉണ്ടാവും, പഴയ തറാട്ടക. അപ്പൊ അവിടെ ഇങ്ങനെ കിടക്കണം, ഉറക്കൊന്നും വരണ്ട. അപ്പൊ അതിന് അടൂർ ഭവാനിയുടെ ക്യാരക്ടറിനെ വിളിക്കേണ്ട, വിളി കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടൂർ ബാസിയും മറ്റേ ആ നാടകത്തിന്റെ ആളും കൂടിയിട്ട് അവിടെ വരണം. അപ്പൊ മുമ്പ് നാടകത്തിൽ അഭിനയിക്കാൻ, ശാരദയ്ക്ക് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ കയറി വന്നു. അപ്പൊ അവരിങ്ങനെ കയറി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്, 2000 രൂപ റൊക്കം അഡ്വാൻസ് തരും, ബാക്കി ഓരോ ദിവസവും 40 രൂപ പ്രകാരം തരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ഈശ്വര ഇലഞ്ഞക്കൽ തറവാടിൽ നിന്ന് നാടകത്തിലേക്ക് അഭിനയിക്കാൻ പോയി. അന്നത്തെ കാലഘട്ടങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ പോവുക അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൂടുതലുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ പടം ഇറങ്ങുന്ന 1969, പക്ഷെ കഥ കുറച്ചും കൂടി പുറകിലേക്കുള്ളതായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ വിലയിരുത്താം. അപ്പോൾ എന്റെ ഇത്രയും ആ അതിഗംഭീരമായിട്ട് നിൽക്കുന്ന തറവാട്ടിൽ നിന്നും ഒരു നാടകാഭിനയത്തിന് പോവുകയും എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ശാരദ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പറയണ്ട, എന്താ വെച്ചാൽ അവർ പറയണേ ചോദിക്കണം, നമുക്ക് ചെയ്യാൻ വച്ചാ എന്ന് പറയണം. അപ്പൊ സ്പോട്ടിൽ ആ പൈസ കിട്ടണം. ആ പൈസ കിട്ടുമ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ വരികയാണ്. കാരണം ഇപ്പൊ തന്നെ മറ്റേ കുറുപ്പിന് അയച്ചു കൊടുക്കണം, പ്രേംനസറിന്റെ ക്യാരക്ടറിന് പൈസ അയച്ചു കൊടുക്കണം, അവനെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് ഇതിലേക്ക് വരാൻ കാരണം ശാരദ കൊട്ടാരക്കര ശ്രീധരനായിട്ട് പറയേണ്ടത്, അച്ഛ എന്ത് സംഭവിച്ചാലും ഏട്ടൻ പഠിക്കണം, അതല്ലേ നമ്മുടെ മെയിൻ ആവശ്യം, ഇതൊക്കെ തൽക്കാലത്തേക്കല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ശാരദ അപ്പോ അവിടെ ഇരുന്ന് ഇനി നമുക്ക് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ ശാരദ ഒരു ചോദ്യം ചോദിക്കും, അല്ല അച്ഛ, ആരാണ് എൻ്റെ ഒപ്പം നാടകം അഭിനയിക്കാൻ വരുമ്പോ കൂടെ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. ആകെ അപ്പോ ഈ വയസ്സായ അച്ഛനും അതേപോലെ തന്നെ പ്രേംനസറിന്റെ അമ്മയും മാത്രമല്ല. അപ്പൊ അവര് പറയുന്നുണ്ട്, എന്നോട് പറയരുതേ എന്ന് പറയുന്നുണ്ട്, എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൊട്ടാരക്കര ചെന്നത്, എനിക്ക് ഇന്നാ നീ ഊണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടുകൂടി, മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ രക്ഷയില്ല, കിക്കിളിനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഉമ്മറത്ത് പോയിട്ട് വീണ്ടും ഇരിക്കുകയാണ്. പിന്നെ മകളെയും അതായത് ശാരദയും കൊണ്ട് നാടകത്തിന് പോകണം. അപ്പൊ നാടക ആഫീസ് എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഇത്ര നാളെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ബസ്സിൽ വന്ന് ഇറങ്ങി നാടക ആഫീസ് എവിടെയാന്ന് ഒരു നാട്ടുകാരോട് ചോദിക്കണം. അപ്പൊ ഇന്ന സ്ഥലത്താന്ന് പറയണു. അപ്പൊ അതിൽ 2-3 ആൾക്കാര് അന്നത്തെ സദാചാരികളായിരിക്കും. അപ്പൊ അവര് തിരിഞ്ഞു നാടകശ്രീ തന്നെയാണ്, എന്താ കഥ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രീതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഇദ്ദേഹം കേൾക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് നാടകത്തിന്റെ ഓഫീസിൽ അവിടെ ചെന്ന് നാടകത്തിന്റെ റിഹേഴ്സലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായർ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നാടകം അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോ ആ അഭിനയിക്കുന്ന പ്രണയസല്ലാപമാണ് അവിടെ അഭിനയിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം നായകന്റെ നെഞ്ചിലേക്ക് ഈ ശാരദ ചാരിയിരിക്കണം. അപ്പോ അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല, കൈ ഇങ്ങനെ വെക്കാനേ പറ്റുന്നില്ല. അവരുടെ ആ ഒരു അന്നത്തെ ആ ഒരു ചിന്താധാരയായിരിക്കാം അത്. അപ്പൊ അവരുടെ അഭിമാനം അതിന് അനുവദിക്കുന്നില്ല. പക്ഷെ അപ്പോ ഡയറക്ടർ പറയണു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് ചെയ്തേ പറ്റൂ, അതാ ആ നാടകത്തിന് വേണ്ടതെന്ന് പറയണു. അപ്പൊ പെട്ടെന്ന് അടൂർ ബാസ് കയറി പറഞ്ഞു, ആദ്യത്തെ അല്ല, അതിന്റെ ഒരു മടുപ്പായിരിക്കും, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയണു. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കാം, ഇന്ന പോലെയൊക്കെയാണ് ചെയ്യണേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് കാണുമ്പോ കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് ഭയങ്കര വിഷമം വന്നിട്ട് മുഖമൊക്കെ പൊത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ ശാരദ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് കയറി വരികയാണ്, നാടകത്തിന് കൂടെ വളരെ പ്രശസ്തിയിലേക്ക് കയറി വരികയാണ്. അങ്ങനെ ഇരിക്കെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേം നസീർ തിരിച്ചു വരുന്നു. ശാരദയ്ക്ക് ഒരു കൂട്ടുകാരിയും കൂടിയുണ്ട്, നമ്മുടെ N ഗോവിന്ദൻകുട്ടിയുടെ മകളാണ്. അപ്പൊ അവരും ആദ്യത്തെ പാട്ടിലും അതേപോലെ ശാരദയുടെ ഒപ്പമൊക്കെ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ഉണ്ട്. പ്രേം നസീർ വരണം. അപ്പൊ ഈ ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു പത്രത്തില് ഇവളുടെ ഈ ഫോട്ടോ കാണും. ഇത് കണ്ടപ്പോ തന്നെ ഇവന് ഭയങ്കര ദേഷ്യമാവും. പക്ഷെ ഈ അപ്പൊ ഇതിന് കുറച്ച് സീനുകൾ മുമ്പ് തന്നെ N ഗോവിന്ദൻകുട്ടി ഒരു പത്രം തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതില് സത്യനെ വിളിച്ചിട്ട് വരികയാണ്. സത്യന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് എന്റെ പത്രത്തിൽ, അതിന്റെ ഉള്ളിലും ചില അന്നത്തെ കാലഘട്ടത്തില് ജാതീയത തിരിക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട്. ആലുമൂടനും ഈ ഷീലയുടെ അച്ഛനും ഒക്കെ തമ്മിൽ കോമഡി രൂപത്തിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ സത്യൻ അവിടെ കയറി വരികയാണ്. അപ്പൊ അങ്ങനെ എന്താണ് വന്ന കാര്യം വെച്ചാൽ മുതലാളിയെ ഒന്ന് കാണാൻ വരാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യം പറയും, അയാളോട് വേണമെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇല്ല, വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ N ഗോവിന്ദൻകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ഗോവിന്ദൻകുട്ടി പറയുന്നു, ഞാനൊരു പത്രം തുടങ്ങുന്നുണ്ട്, അപ്പൊ ആ പത്രത്തിന്റെ പത്രാധിപനായിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. അന്ന് 350 രൂപ നിങ്ങൾക്ക് ശമ്പളവും താമസിക്കാൻ നല്ലൊരു വീടും തരും എന്ന് പറയുന്നു. അപ്പൊ പറയുന്നു, സത്യം പറയുന്നു, കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുന്നു, എനിക്ക് നല്ലൊരു വീട് വേണം, കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ പറയുന്നു, എന്റെയും നിങ്ങളുടെയും രാഷ്ട്രീയം വ്യത്യാസമുണ്ട്, അപ്പൊ ഞാൻ എന്റെ രാഷ്ട്രീയം അതിൽ തുറന്നെഴുതും, അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വരാന്നുള്ള രീതിയിൽ പറയും. തീർച്ചയായിട്ടും അതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ സത്യം പത്രാധിപനുണ്ട്. അപ്പൊ ആ പത്രം തന്നെയാണ് ഈ പ്രേം നസീർ കാണുന്നത്. അങ്ങനെ ഇതൊക്കെ പ്രേം നസീർ അതിലത്തെ ആ ഫോട്ടോസും ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോ തന്നെ ശാരദയോടൊന്നും ഒരു മൈൻഡും ഇല്ല, ഒന്നുമില്ല, ആരോടും ഇല്ല, ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ ഇങ്ങനെ നടക്കുന്നത്. കാരണം തന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ, താൻ ഒരു എഞ്ചിനീയറാണ്, അപ്പോ അവിടെ ഒരു നാടകക്കാരിയാണ്. സംഭവം മനസ്സിലാക്കണ്ടല്ലോ, ഇവനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ടാണ്
ഇവള് നാടകത്തിലേക്ക് അഭിനയിക്കാൻ പോയത്. ആ ക്യാരക്ടർ ഞാൻ എഞ്ചിനീയർ, എന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഇവള് അഭിനയിച്ചിരിക്കുന്നത്, ഇവള് ചെയ്തിരിക്കുന്നത്. ശാരദ പെട്ടെന്ന് വളരെ സന്തോഷത്തിൽ ഓടി വന്നിട്ട് ഒരു മോതിരം മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ മോതിരം വിരലിൽ അണിയിക്കാൻ വേണ്ടിയിട്ട് ശാരദ വരുന്നു. അപ്പൊ എന്നിട്ട് ശാരദ പറഞ്ഞു വേണ്ട, അതിന് സമയം പറ്റുന്നിട്ട് അണിയിക്കാം എന്നൊക്കെ പറയുന്നു. എന്നാലും നല്ല ഇട്ട് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രേംനസീറിന്റെ ഭയങ്കര ദേഷ്യത്തിലുള്ള വർത്തമാനം എന്തൊക്കെ കണ്ടിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നു. പിന്നെ പ്രേംനസീറിനോട് അവിടെ വെച്ചുള്ള ചെറിയ സംഭാഷണങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ശാരദയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പ്രേംനസീറിന്റെ അടുത്ത റൂമിലേക്ക് ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നു. അപ്പൊ പറയുന്നുണ്ട് ആളുകൾക്ക് എന്തും പറയാം, അപ്പൊ അതേപോലെ ഓരോന്നും എഴുതി വന്ന എന്റെ കുറ്റമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇതിലെങ്ങനെ വിശ്വസിക്കും, നിന്റെ അഭിനയൊക്കെ ഗംഭീരാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശാരദ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സീനും അടിപൊളി സീനാണ് കേട്ടോ, നല്ല സീനാണ്. കാരണം ഒരുപാട് സിറ്റുവേഷൻസുകളിൽ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രേമത്തിൽ മാത്രമല്ല, നമ്മുടെ അഭിമാനം, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കാശിന്റെ ആണെന്ന് മാത്രം. കാശ് കൂടുതലുള്ളവനും കാശ് കുറഞ്ഞവനും. പക്ഷെ അന്നും ഈ കാശിന് പകരം ആ ഒരു തറവാടിത്തം, അങ്ങനെ ആ ഒരു രീതി, അതിന്റെ ഇതില് ഒക്കെ നിൽക്കുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു രീതിയിൽ തന്നെ അന്ന് ശാരദ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഗംഭീര ഡയലോഗാണ്. സ്റ്റേജിലെ ചിരി അത് കാര്യമായിട്ട് എടുക്കുക, അതേപോലെ ജീവിതത്തിന്റെ തേങ്ങല് കളിയായിട്ടും എടുക്കുക എന്ന് പറയുന്നത് സങ്കടമുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. അത് ആ ശാരദ പറയുന്ന വോയിസ് മോഡുലേഷനിൽ നമുക്കത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണിലും ഒരു ചെറിയൊരു വിഷമം വരും. കാരണം ആ സിറ്റുവേഷൻ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് ആദ്യം തുടക്കത്തിൽ വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു ഫാമിലി ഇങ്ങനെ ക്രമേണ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഗംഭീര പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സീനാണ്. അപ്പോ പ്രേംനസീർ അതും പറഞ്ഞിട്ട് പ്രേംനസീർ പറയുന്നുണ്ട്, എനിക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു സീനിൽ പ്രേംനസീർ പറയുന്നത്, എനിക്ക് ചിലപ്പോൾ അമേരിക്കയിലൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ എനിക്ക് അമേരിക്കയിൽ പഠിക്കാനാണ് ആഗ്രഹം എന്നുള്ളത്. അത് പറയുന്ന ഒരു സീനിന് മുമ്പ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ വളരെ വിഷമത്തോടു കൂടി തന്നെ വന്നിട്ട് പ്രേംനസീറിന്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങ് കുറുപ്പ് വിഷമിക്കണ്ട, എന്നുവെച്ചാൽ ഞാൻ കുറുപ്പിന് പറഞ്ഞാൽ ഞാൻ അവള് നാടകത്തിന് പോകണില്ല, എന്ത് തന്നെ ആയാലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ശാരദ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇനി അങ്ങനെ ചെയ്തിട്ടില്ല അതിനും ഭീകരമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രേംനസീർ അപ്പോഴത്തേക്കും അതിനു മുമ്പ് എൻ ഗോവിന്ദൻകുട്ടീനെയൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോ എന്ത് സംഭവിച്ചാലും എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ മോളെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളവർ. ഇത് കേൾക്കുമ്പോൾ ശാരദ ഒന്ന് ഞെട്ടും. രണ്ട് തരത്തിലാണ് അവളുടെ ആ വിഷമം. ഒന്ന്, തന്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ആ കൂട്ടുകാരി, അതേപോലെ താനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയാണ് പ്രേംനസീർ. അപ്പൊ പെട്ടെന്ന് ശാരദയുടെ ആ ഒരു ഇമോഷണൽ ഒരു ആ രംഗമൊക്കെ അവര് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം ഒരു റിയൽ ലൈഫില് അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ട് ഒരു ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ആ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും. അത് എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ള രീതി, ആ പച്ചയായിട്ടുള്ള ജീവിതം പോലെയാണ് അവർ ആ ഒരു സീനിൽ അഭിനയിച്ചു പോയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സീനായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയത്. വളരെ വിഷമത്തോടുകൂടി പോവും. പിന്നെ കല്യാണം കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിനിടയിൽ സത്യൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. സത്യൻ അവിടെ പെട്ടെന്ന് ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പൊ പത്രത്തിന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ആ സമയത്ത് കൊടുത്തിരുന്ന എഡിറ്റർ സത്യം, ഈ വാർത്ത ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത്, എന്താണ് കൊടുത്തത്, അപ്പൊ എന്റെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, ഒരിക്കലും എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അഴകുഴമ്പം തന്നെ. പിന്നെ ആര് പറഞ്ഞിട്ട് ഞാൻ എൻ ഗോവിന്ദൻകുട്ടിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു മനസ്സിലാകുന്നു. അപ്പൊ ആ എൻ ഗോവിന്ദൻകുട്ടിനെ കാണാൻ വേണ്ടി സത്യൻ അവിടെ വരുന്ന സമയത്ത് പ്രേംനസീറും ആ എൻ ഗോവിന്ദൻകുട്ടിയുടെ മകളും അവിടെയുണ്ട്. അപ്പൊ അവിടെ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട്, സത്യന്റെ ക്യാരക്ടർ നെയിം പറഞ്ഞില്ലല്ലോ, അത് അപ്പുക്കുട്ടൻ എന്നാണ്. അപ്പൊ വേറെ ആൾ വന്നിട്ട് അപ്പുക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ശരിയെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇവരെ രണ്ടുപേരും മുകളിലേക്ക് അയക്കും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് സത്യം പറയും, ഇത് എന്റെ രാജിക്കത്ത് എന്ന് പറയും. അപ്പൊ എന്തിനാണ് രാജിവെക്കേണ്ട ആവശ്യമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അങ്ങനെയല്ല, അത് അത് അറിയാണ്ട പറ്റിയതാണ്, വേറൊരു അടുത്ത നാളെ തന്നെ അതിനൊരു മാപ്പപേക്ഷ എഴുതി കൊടുത്തോളൂ എന്ന് എനിക്ക് കുട്ടി വളരെ ഇതിലായിട്ട് പറയുന്നത്. കാരണം അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു കാശ് കൊടുത്ത് കാശുള്ളവനെല്ലാം എങ്ങനെ കുറെ കാശും കുറച്ച് ബുദ്ധിയും ഉണ്ടെങ്കിൽ
ഒരു ഫാമിലിയെയോ ഈ ലോകത്തിലെ എന്ത് സംഭവത്തിനെയും കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് എൻ ഗോവിന്ദൻകുട്ടിയുടെ. അപ്പൊ അത് അപ്പുക്കുട്ടൻ വളരെ തുറന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കുകയാണ് എൻ ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത്. നിങ്ങൾ ആ പറഞ്ഞ ആ സമയത്ത് കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെയും എന്തോ പറയണ സമയത്ത് പെട്ടെന്ന് അപ്പുക്കുട്ടൻ വന്നിട്ട് ടബേന്ന് പറയുന്നത് നല്ലൊരു അടിച്ചെടുത്തടിക്കും എൻ ഗോവിന്ദൻകുട്ടിയുടെ. ആ സമയത്ത് സത്യന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, സത്യന് അതേപോലെ ആ തന്റെ സഹോദരിയോടുള്ള സ്നേഹം, താൻ അറിയാണ്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിട്ട് ഒറ്റ അടിയാണ്. ആ അടിക്കുന്ന സമയത്തുള്ള ഗോവിന്ദൻകുട്ടിയുടെ പെർഫോമൻസ്, കണ്ണടയൊക്കെ താഴെ പോയി ഗംഭീര ലെവല്, ശരിക്കും അടി കിട്ടിയ പോലെ തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ശരി എന്നാ ഞാൻ പോട്ടെ, ഇതും ഇനി താൻ പറയാൻ നിൽക്കണ്ട, തനിക്ക് തന്നെയാണ് അപമാനം എന്നും പറഞ്ഞിട്ടാണ് സത്യൻ അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മറ്റേ മകളും പ്രേംനസീറും താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എൻ ഗോവിന്ദൻ പറഞ്ഞു, എനിക്ക് അവനെ ചെകിടത്തിട്ടിട്ടൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. അപ്പൊ മകൾ പറഞ്ഞ, അല്ല അച്ഛന്റെ ഇവിടെ ഒരു പാടും ഒരു കണ്ണിന്ന് വെള്ളവും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ചമ്മലൊക്കെ മറക്കി പിടിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ അതിനു മുമ്പ് വേറെയും കുറച്ചൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അടൂർ ഭവാനിയുടെ ക്യാരക്ടറും പ്രേംനസീറൊക്കെ വരും. പ്രേംനസീറൊക്കെ ഇറങ്ങി വരുമ്പോ പ്രേംനസീറും അവന്റെ ഭാര്യയൊക്കെ കൂടിയിട്ട് വരും. അപ്പൊ പെട്ടെന്ന് അനുഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ കൊച്ചുകുറുപ്പ് അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് കൊച്ചുകുറുപ്പ് നിൽക്കും, മോൻ നന്നായിട്ട് വരും, നല്ല എഞ്ചിനീയറായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശാരദ പറഞ്ഞു, മോളെ നീ പോയിട്ട് യാത്രയാക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കും ഭയങ്കര ചമ്മല് പോലെ തലതാഴത്തേക്ക് പ്രേംനസീർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇവളുടെ അടുത്ത്, അതായത് ഇവളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലേ, അത് പ്രേംനസീറിന്റെ ഇപ്പോഴത്തെ ഭാര്യ, രാധാകൃഷ്ണക്കുറുപ്പിന്റെ ഇപ്പോഴത്തെ ഭാര്യ, അവർക്ക് പറയും, എനിക്കിപ്പം നിന്റെ കയ്യിൽ വിവാഹ സമ്മാനമായിട്ട് തരാനായിട്ട് ഈ ഒരു ഇരുമ്പ് വള മാത്രമേ ഉള്ളൂ എന്നിട്ട് ഊരിയിട്ട് കൊടുക്കണം. പക്ഷെ ഈ ഇരുമ്പ് വിളക്ക് എൻ്റെ ജീവിതത്തിന്റെ അത്രയും വലിയ ഒരു മഹത്വം എനിക്ക് ഈ ഒരു വളയിലുണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അത് പറയണ കേൾക്കുമ്പോൾ ആ കയ്യിലേക്ക് ഇടുന്ന ആ അവൾക്കും കുറ്റബോധം, പ്രേംനസീറിന്റെ മുഖം തലതാഴ്ന്നു നിൽക്കും. അപ്പോ പൊക്കോളൂ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പറഞ്ഞപ്പോ അവരങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞു. ഇതിന് ശേഷം തോന്നുന്നു നേരത്തെ പോലീസ് പിടിച്ചു കൊണ്ടുവന്ന സീനൊക്കെ കേട്ടോ. അപ്പൊ അതിനുശേഷം എല്ലാം തകർന്ന് ഇരിക്കുന്ന സമയത്ത് അപ്പൊ സത്യൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഷീലയുടെ അടുത്ത് വന്നിട്ട്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനാണ് വന്നത്, ഞാനിത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ് സത്യൻ. ആ സമയത്ത് ശാരദയുടെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്, എനിക്ക് ശരിക്കും ഹൃദയത്തിൽ തൊട്ടു. രക്തബന്ധങ്ങൾ എങ്ങനെയാവണം എന്നൊക്കെ ഉള്ള ഒരു രീതി. കാരണം എന്താ പറയാ, യഥാർത്ഥത്തിലുള്ള ഒരു രക്തബന്ധം ഉറപ്പായിട്ടും തൻ്റെ ആങ്ങളെയോ തൻ്റെ ഏട്ടനോ തൻ്റെ അനിയനോ ഒരിക്കലും ചതിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചില വേർഡ്സുകളാണ് ശാരദ അവിടെ പറയുന്നത്. അത് അതിഗംഭീരമായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സീനാണത്. അത് കഴിഞ്ഞ് എന്തായിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന്, എവിടെ ചേച്ചിയും മോളൊക്കെ എവിടെയെന്ന് വെക്കണോ, എൻ്റെ അച്ഛൻ എന്നെ ഇവിടുന്ന് ആട്ടി ഇറക്കിയതല്ലേ പെങ്ങളെ എന്ന് പറയുന്നു. അപ്പോ പെട്ടെന്ന് നോക്കുമ്പോ ഇപ്പൊ നോക്കുമ്പോ കാരണം ആ അച്ഛൻ അവിടുന്ന് ആ കൊച്ചിനെ എടുത്തിട്ട് വരുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അത് നല്ല രസമായിരുന്നു. ഷീലേനെയും കൊണ്ടാണ് അവിടെ കയറി വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ നമ്മുടെ അടൂർ ഭവാനിയുടെ ക്യാരക്ടറും വളരെ പെട്ടെന്ന് കയറി വരികയാണ്. അപ്പോ വീണ്ടും ആ തകർന്ന പോയ ആ ഒരു കുടുംബത്തിന് വീണ്ടും ഒരു യശസ്സിലേക്ക്, അതായത് എല്ലാം അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു കുടുംബം ആ ഐക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ആ ഒരു കെട്ടുറപ്പിലേക്ക് വരികയാണ്. ആ കെട്ടുറപ്പിലേക്ക് വരുമ്പോൾ താൻ വിശ്വസിച്ച് വിവാഹം നടത്തി കൊടുത്തിട്ടുള്ളവരൊക്കെ തലതിരിഞ്ഞു പോയി. ആലുമൂടന് കാശേ വേണ്ടു, മറ്റേ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഉഡായിപ്പിന്റെ ഉസ്താദ്, അതേ വേറെ രണ്ട് പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ച ഉസ്താദ്. പക്ഷെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിരുന്ന സത്യന്റെ ക്യാരക്ടർ കൊണ്ടുവന്ന, അതായത് അതർ കാസ്റ്റ് ആ ഒരു ക്യാരക്ടർ, പക്ഷെ അവരുടെ ആ ഒരു സംവിധാനം തന്നെ മാറിയിട്ട് അവിടെ അവരെല്ലാരും കൂടി ഒന്നിച്ചിട്ട് അപ്പൊ ഒരു പുതിയൊരു കുടുംബത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ കാണുന്നത്. ആ സമയത്ത് വരും, നമുക്ക് ഇനിയെങ്കിലും കളരിയിൽ നല്ല രീതിയിൽ ഒന്ന് തിരിവെക്കാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് തിരികൊളുത്താണ്. അപ്പൊ സത്യൻ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഗംഭീര വേർഡായിരുന്നു. അത് ഭയങ്കരമായിട്ട് മനസ്സിൽ എനിക്ക് ടച്ച് ചെയ്ത വേർഡാണ്. അതിങ്ങനെയാണ് വരുന്ന വേർഡ്സ് ഇങ്ങനെയാണ്: അണയാൻ പോകുന്ന പ്രഭാതത്തിന് വേണ്ടിയല്ല എൻ്റെ അച്ഛൻ തിരി കൊളുത്തിക്കുന്നത്, പുലരാൻ വേണ്ടിയുള്ള പ്രഭാതത്തിന് വേണ്ടിയാണ്.
എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ അന്തിത്തിരി കത്തിക്കുന്നത്. ഭയങ്കരമായിട്ട്, അതായത് ആ സീനിൽ 2-3 സംഭവങ്ങളുണ്ട്. അതായത് ഒന്ന് രണ്ട് സീനിൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു വെളിച്ചം അവിടെ വരുന്നത്. അത് പക്ഷെ നമ്മുടെ അന്നത്തെ ചിന്തകളെ തന്നെ മാറ്റി പുതിയൊരു ലോകത്തേക്ക് ഇറങ്ങേണ്ട സിറ്റുവേഷൻസുകളാണ് ഈ 2 സൈഡിലും വരുന്നത്. അതിനെ കുറ്റപ്പെടുത്താനുള്ള ആൾക്കാരുണ്ടാവും, കൂടെ നിൽക്കാനുള്ള ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്തു പറയാനാ, അതിഗംഭീര സിനിമ. നമ്മള് ഒരു ഫാമിലി, അതിലത്തെ സ്നേഹം, ത്യാഗം, എന്താ പറയുക, എല്ലാം ഉണ്ട്. അച്ഛന് മക്കളോടുള്ള സ്നേഹം, ഏട്ടന് പെങ്ങളോടുള്ള സ്നേഹം, പെങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹം, എന്താ പറയാ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ വരുമ്പോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, തന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം കുടുംബത്തിനെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ എല്ലാം ഉണ്ട് ഈ സിനിമയില്. അയ്യോ, ഒന്നും പറയാനില്ല. ഞാൻ ഒറ്റ സച്ചിലിരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആ പാട്ട്, ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനത്തെ നീലി പുലയൻ പെണ്ണൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടില്, ആ പാട്ടിലുണ്ട് സത്യന്റെയും ഷീലയുടെയും കഥ. അർത്ഥവത്തായിട്ടുള്ള വരികൾ, അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. ശരിക്കും എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇത് തന്നെയാണ്. പിന്നെ സത്യൻ ഒരു സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവാണ് സത്യനും. പ്രേം നസീറിനും അതെ, കുറച്ച് സ്ക്രീൻ സ്പേസ് കുറവാണ്. ഈ പടത്തിൽ ഉടനീളം തിരക്കഥയാണ് ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടു നോക്കേണ്ട സിനിമയാണ്. യൂട്യൂബിൽ നല്ല പ്രിന്റ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കുടുംബങ്ങളെ ഇഷ്ടപ്പെടുന്ന, കുടുംബത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ശരിക്കും ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ എഴുതാൻ ആരെങ്കിലും ഉണ്ടോ? എഴുതിയാൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ലെങ്കിലും, പക്ഷെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു നല്ലൊരു സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയുക. കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കരുത്. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കൂടെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും ചെയ്യണേ. അതായത് എന്നെയും കൂടി നിങ്ങളുടെ കൂട്ടത്തിലേക്കൊന്ന് കൂട്ടിയേക്കണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.